ആ, നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ ആപ്പിൽ കമ്മ്യൂണിറ്റി മാനേജർ ആപ്പിൽ ഒരു ഇൻറ്റേർണൽ സർവീസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ജസ്റ്റ് പറയാൻ പോകുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ഇൻറ്റേർണൽ സർവീസ് ആരും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, സീറോ ആണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം മെനുവിൽ പോവുക. അതിൽ സേവനങ്ങളിൽ എൻ്റെ സേവനങ്ങൾ, ഇംഗ്ലീഷിലാണെങ്കിൽ മൈ സർവീസസ്, അപ്പോൾ അതിൽ ടാപ്പ് ചെയ്യുക. അറ്റ് പ്രസൻറ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, പ്ലസ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ സർവീസിൻ്റെ ഇമേജ്, ഇപ്പോൾ ബ്യൂട്ടീഷ്യനാണെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഇമേജ്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഫോട്ടോയോ എന്തെങ്കിലും, അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഗാലറിയിൽ നിന്നിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ ആഡ് ചെയ്യുക. നമ്മളിതിപ്പോൾ അരുണിന് ഒരു IT സപ്പോർട്ട് എന്നുള്ളൊരു സർവീസാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അരുണിൻ്റെ അക്കൗണ്ടാണ്. ഓക്കെ, നമ്മുടെ IT സെല്ലിൽ അരുണിൻ്റെ അക്കൗണ്ടാണ്. അപ്പോൾ അതിൽ മെയിൻ കാറ്റഗറി വന്നിട്ട് നമ്മളിപ്പോൾ ടെക്നോളജി സർവീസ്, സബ് കാറ്റഗറി വന്നിട്ട് IT സപ്പോർട്ട്. ഓക്കെ, അതുപോലെ സർവീസ് ടൈറ്റിൽ വന്നിട്ട് ഈ ഓഫീസ് സപ്പോർട്ട് സേവനങ്ങൾ ഇങ്ങനെ കൊടുത്തു. അപ്പോൾ അരുണിൻ്റെ സർവീസ് ചാർജ് ഒരു പെർ ഡേ ഒരു 1500, പെർ അവറിലാണെങ്കിൽ 350. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ഈ ഓഫീസ് സപ്പോർട്ട് സേവനങ്ങൾ ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കാം. സേവനങ്ങൾ മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം അവൈലബിൾ ടൈം. അപ്പോൾ അരുൺ പകലെല്ലാം വർക്കുണ്ട്. അപ്പോൾ നമുക്ക് മൺഡേ മാത്രം ഈവനിങ് ഒരു 5 to 8 കൊടുക്കാം, അല്ലെങ്കിൽ 5 to 7 കൊടുക്കാം. ഓക്കെ, 7 PM ഇവിടെ, അതുപോലെ 5 PM to 7 PM. അപ്പോൾ മൺഡേ മാത്രമാണ് അരുണ് ഒഴിവുള്ളത്. അപ്പോൾ നമ്മൾ ആ സമയം മാത്രം കൊടുത്തു. ജസ്റ്റ് ക്രിയേറ്റ് സർവീസ് എന്ന് കൊടുത്തു. ക്രിയേറ്റ് സർവീസ് കൊടുത്താൽ അത് സർവീസ് ക്രിയേറ്റായി. ഇത്രയാണ് നമുക്കത് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ സർവീസ് നമ്മുടെ കമ്മ്യൂണിറ്റി അഡ്മിൻ, നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ അല്ലെങ്കിൽ ഏതാണോ നമ്മുടെ കമ്മ്യൂണിറ്റി, ഇപ്പോൾ SC ഡയറക്ടറേറ്റ് നന്ദാവനമാണ്. അപ്പോൾ അതിൻ്റെ IT സെല്ലാണ് അഡ്മിൻ. അപ്പോൾ IT സെല്ലാണ് അത് നമ്മൾ അപ്രൂവ് ചെയ്യിക്കുക. ഓക്കെ,